നാളെ എനിക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. ഒന്നാമത്തെ ചിന്ത ഏതാ? നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. യേശുവിന് കുരിശുണ്ട്, കാൽവരിയുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ വേർത്തു. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൂചനയാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് വേർത്തു പോകും. എൻ്റെ ഭർത്താവിന് സ്ട്രോക്കിൻ്റെ അടയാളമെന്ന് കേട്ടാൽ ഭാര്യ വേർത്തു പോകും. കുഞ്ഞുങ്ങൾക്കൊരു മാരക രോഗമെന്ന് പറഞ്ഞാൽ അപ്പനമ്മയും പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന നമ്മളെ വേർതിരിക്കും. രണ്ടാമത്തെ ചിന്ത, നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. യേശു രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറകുന്നൊരു ശബ്ദം, തടിലോറി പശുവിൽ കയറ്റം കയറുന്ന പോലെ ഒരു എരപ്പ്. നോക്കുമ്പോൾ ആദ്യത്തെ മാർപ്പാപ്പ കൂർക്കം വലിക്കുന്ന ശബ്ദം. കാരണം പത്രോസിന് നാളെ കാൽവരിയില്ല, നാളെ കുരിശില്ല. നമ്മളിൽ പല ആൾക്കാരും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നെങ്കിൽ അതിൻ്റെ കാരണം കയറാൻ മലയില്ല, ചുമക്കാൻ കുരിശില്ല. ഉണ്ടോ? നമ്മൾ വേർത്ത് പ്രാർത്ഥിച്ചു പോകും. കാൽവരിയില്ലേ? കുരിശുണ്ടോ? പ്രസംഗം തീരല്ലേ, ആരാധന തീരല്ലേ, കുർബാന തീരല്ലേ? കുരിശില്ലേ? വാച്ച് നോക്കും, എത്ര മിനിറ്റുണ്ട്, എപ്പം തീരും, ഇപ്പം തീരുമോ? കാരണം കുരിശില്ല, കുരിശില്ല. ദുഃഖവെള്ളിയാഴ്ച 2 കൂട്ടർ കാൽവരിയിൽ വന്നു. ഒന്ന്, പ്രാർത്ഥിക്കാത്ത 2 കള്ളന്മാർ. പ്രാർത്ഥിച്ച് മനസ്സിനെ ഒരുക്കാത്ത, മനസ്സിനെ പാകപ്പെടുത്താത്ത 2 കള്ളന്മാർ. ആണി അടിച്ചപ്പോൾ, കുരിശി തറച്ചപ്പോൾ ചീത്ത വിളിച്ചു, കയ്യും കാലും പറിച്ച് ഇടിക്കാൻ തോന്നി, തൊഴിക്കാൻ തോന്നി, പാഴ്വാക്ക് പറഞ്ഞു. കാരണം പ്രാർത്ഥിച്ചിട്ടില്ല, കാരണം പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരാണ്. ഭർത്താവ് എന്ത് കാണിച്ചാലും എന്തൊരു കുരിശ്, ഭാര്യ എന്ത് പറഞ്ഞാലും ഇതൊരു കുരിശ്, മക്കളും മറ്റൊരു കുരിശ്. ഏത് നൊമ്പരത്തിലും തകർച്ചയിലും കുരിശ് കണ്ടെത്തും. എന്നാൽ രണ്ടാമതൊരാൾ വന്നു, ഈശോ. ഈശോ കാൽവരി വന്നപ്പോൾ ആണി അടിച്ചു, കുരിശി തറച്ചപ്പോൾ യേശു കുരിശി കണ്ടില്ല, കുരിശിൽ പിതാവിനെ വിരിച്ചു പിടിച്ച കരം കണ്ടു. പിതാവിൻ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. വിരിച്ചു പിടിച്ച കരങ്ങളെ ഈശോ കുരിശിൽ കണ്ടു. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് നൊമ്പരങ്ങളും വേദനകളും പകർച്ചകളും വരുമ്പോൾ വേദന കുരിശിനും നമുക്കിടയിൽ ഒരു ഭൂഷത്തിനെ കണ്ടെത്തും. പ്രാർത്ഥിക്കാത്തവർ കുരിശ് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഒരു ഭൂഷത്തിനെ കണ്ടെത്തും, ഒരു ഭൂഷത്തിനെ. ഗസമേൻ തോട്ടം ഒരു ചിന്ത കൂടി നമുക്ക് തരുന്നുണ്ട് ഈ രാത്രി. ആ ചിന്ത ഇതാ: നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേൾക്കാതെ പോയ പ്രാർത്ഥനകളാണ്. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല. മോശ പ്രാർത്ഥിച്ചു, കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ. പക്ഷെ യോർദാനിലെ മൗണ്ട് നെബോവിൽ മോശ വീണു മരിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, ബെശബയിൽ ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലരുത്. പക്ഷെ ബെശേബ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു. ക്രിസ്തു പ്രാർത്ഥിച്ചു, കാസ മാറ്റിത്തരണം, മാറിയില്ല. 2 കൊരിന്ത്യർ 12 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിച്ചു, ആ മുള്ള എടുത്തു മാറ്റാമോ? ക്രിസ്തു പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയില്ല എന്റെ ശക്തി വെളിപ്പെടുത്തുക. മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞു മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. ഇപ്പം നമുക്കൊരു ചിന്ത, നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ 5 പേരുകളുണ്ട്. ലൂക്കാ സുവിശേഷം 5 പേരുകളിൽ അറിയപ്പെടുന്നു. 1, യാത്രയുടെ സുവിശേഷം. ലൂക്കാ സുവിശേഷം മുഴുവൻ യാത്രയാണ്. ഈശോ ഗലീലയിൽ നിന്നും യൂദയായിലേക്കുള്ള
117 കിലോമീറ്റർ ശിഷ്യരുടെ കൂടെ നടന്നു. നടക്കുന്ന വഴിയിൽ ഈശോ പഠിപ്പിച്ച സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. ഇത് മുഴുവൻ യാത്രയാണ്. എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള മറിയത്തിൻ്റെ യാത്ര, പേരറിയിക്കാൻ ബേത്ലഹേമിലേക്ക് യാത്ര, ഈജിപ്തിലേക്ക് ഒളിച്ചോട്ടം, നസത്തിലേക്ക് തിരിച്ചോട്ടം, നല്ല സമറിയാക്കാരൻ്റെ യാത്ര, എമ്മാവു ശിഷ്യന്മാരുടെ യാത്ര, കാൽവരി യാത്ര, മുഴുവൻ യാത്രയാണ്. അതുകൊണ്ട് ഈ സുവിശേഷം അറിയപ്പെടുന്ന പേര് യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. ഏറ്റവും കൂടുതൽ പാപികളെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന സുവിശേഷം. സക്കേവൂസ്, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ, പാപിനിയായ സ്ത്രീ, പാപികളുടെ സുവിശേഷം. 3, ജോഡികളുടെ സുവിശേഷം. ലൂക്കായിൽ മാത്രമാണ് ജോഡികൾ, മറ്റ് സുവിശേഷങ്ങളിൽ ജോഡികളില്ല. ഉദാഹരണം, മർത്ത, മറിയം, ധനവാൻ, ലാസർ, പരിസയൻ, ചുങ്കക്കാരൻ, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ, ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ. ഇത് ജോഡികളുടെ സുവിശേഷമാണ്. 4, ഇത് ഇന്നിൻ്റെ സുവിശേഷമാണ്. നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്, ഇന്നലെ ഓർത്ത് വ്യസനിക്കരുത്, ഇന്നിൽ ജീവിച്ചോണം. ലൂക്കായിൽ മാത്രമാണ് ഇന്ന് എന്ന വാക്ക് ഉടനീളം. 2:11 നിങ്ങൾക്കായി രക്ഷകൻ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. 4:21 നിങ്ങൾ കേട്ടിരിക്കുന്നതിന് തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. 19:5 സക്കേവൂസെ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കും. 19:9 ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. 23:43 ഇന്ന് രാത്രി എന്നോടുകൂടി പർദീസയിലായിരിക്കും. ഇന്നലെ ക്ലോസ് ചെക്ക്, നാളെ പ്രോമിസറി നോട്ട്, ഇന്ന് ലിക്വിഡ് ക്യാഷ്. ഇന്നിൽ ജീവിക്കുക. വീണ്ടും 5 ഇത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. പ്രാർത്ഥന 1-ാം അധ്യായം തുറക്കുന്നത് സക്കറിയായുടെ പ്രാർത്ഥന. 24-ാം അധ്യായം അടയ്ക്കുന്നത് എമ്മാവു ശിഷ്യന്മാരുടെ പ്രാർത്ഥന. യേശുവിൻ്റെ മാമോദീസ എരുമയും പോത്തിനെയും പന്നിയെയും കുളിപ്പിക്കുന്ന കുളത്തിലല്ല. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മാമോദീസ, ദൈവാത്മാവ് ഇറങ്ങുന്നു, പ്രാർത്ഥനയിൽ അവൻ മുങ്ങി. വീണ്ടും യേശുവിൻ്റെ പ്രലോഭനം പ്രാർത്ഥനയുടെ ആലയമായ ദേവാലയ ഗോപുരത്തിൽ. ഇത് മുഴുവൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സുവിശേഷമാണ്. പ്രാർത്ഥന സുവിശേഷം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൽ 11-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായമാണ്. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. 3 വിധം. 1 വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. 3 വിധത്തിൽ പ്രാർത്ഥിക്കാം. 1 വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. എന്താണ് വാക്ക്? ചോദിക്കുവിൻ ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനയിലെ ഏറ്റവും നിലവാരം കുറഞ്ഞതും സ്റ്റാൻഡേർഡ് കുറഞ്ഞതുമായ ഒരു പ്രാർത്ഥനയാണിത്. ചോദിക്കുവിൻ ലഭിക്കും. പള്ളിയിൽ പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ധ്യാനത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ആരാധനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, കൊന്ത നമസ്കാരത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, യൂദാസ ദിവസം നൊവേന എത്തിക്കുന്നു ആവശ്യങ്ങൾ ചോദിക്കാൻ. ഇത് പ്രാർത്ഥനയിൽ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. അറിയിപ്പ് കൊടുക്കുകയാണ്, ദൈവത്തിന് അറിയിപ്പ്. ദൈവമേ, കൊച്ചിൻ്റെ പരീക്ഷയാ, മറക്കല്ല് കേട്ടോ. പെരപണിയുണ്ട്, മുടക്കല്ല് കേട്ടോ. വൈദ്യവേദനയുണ്ട്, കുഴപ്പം വരുത്തല്ല് കേട്ടോ. ലോൺ പാസ്സാകാനുണ്ട്, മറന്നേക്കല്ല് കേട്ടോ. അറിയിപ്പ് കൊടുത്തു, പിന്നെ പ്രാർത്ഥന ബോറായി. പറയാനുള്ളത് പറഞ്ഞു, പിന്നെ കറങ്ങുന്ന പാന, നിരങ്ങുന്ന പട്ടി, വരയ്ക്കുന്ന പട്ടി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അറിയിപ്പ് മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു പവറില്ല. പ്രാർത്ഥിക്കാം, പക്ഷെ അത് നിലവാരം ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയുടെ LKG സ്റ്റാൻഡേർഡാണ്. ചോദിക്കുക ലഭിക്കും, ചോദിക്കാൻ വേണ്ടി പോവുക. പക്ഷെ എന്നാലും ദൈവം ഇത് കേൾക്കും. സുൽത്താൻ ബത്തേരിയിൽ 18 വയസ്സുള്ള യുവാവ് 18-ാം വയസ്സിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് 21 വയസ്സാകുന്ന അന്ന് 3 സമ്മാനങ്ങൾ നീ ഒരുമിച്ച് തരണം. തമ്പുരാൻ ചോദിച്ചു, എന്തെല്ലാമാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, 21 വയസ്സാകുമ്പോൾ എനിക്ക് നീ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ
ഒരു മുഴുത്ത വണ്ടി തരണം, വണ്ടി. പിന്നെയോ കൈ നിറയെ പിടിക്കാൻ കാശ് തരണം. 3, ബോധമുള്ളപ്പോഴൊക്കെ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളെ തരണം. 3 ആഗ്രഹങ്ങൾ: മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ. 21 വയസ്സായെന്ന് ദൈവം പ്രാർത്ഥന കേട്ടു. 21 തികഞ്ഞെന്ന് ദൈവം അവനെ സുൽത്താൻ ബത്തേരിയിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുറവുമില്ല. ചോദിക്കുവിൻ ലഭിക്കും. 2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. അന്വേഷിക്കുവിൻ കണ്ടെത്തും. പകുതി സമയം കർത്താവിനോട് മിണ്ടും, പകുതി സമയം കർത്താവിനെ കേൾക്കും. അതാണ് വളർച്ച. പകുതി സമയം അങ്ങോട്ട് പറയും, പകുതി സമയം ഇങ്ങോട്ട് കേൾക്കും. കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് പള്ളി വന്ന് ചുമ്മാ ആൾക്കാരെ നോക്കിയിരിക്കും. ബൈബിള് വായിച്ചിട്ട് അല്പസമയം വെറുതെ ഇരിക്കും. ഉറങ്ങാൻ അല്പസമയം കട്ടിൽ തുടയിൽ കൈകൾ വെച്ച്, മടിയിൽ കൈകൾ വെച്ച് ചുമ്മാ ഇരിക്കും. പകുതി സമയം പറയാനും പകുതി കേൾക്കാനും. ഇത് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജിൽ പറയാനൊന്നുമില്ല, കേൾക്കാനേ ഉള്ളൂ. പള്ളി വന്ന് ഈശോയെ നോക്കിക്കൊണ്ടിരിക്കും, ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ജോൺ മേരി വിയാനി എന്ന വിശുദ്ധനോട് പറഞ്ഞതുപോലെ, പള്ളി വന്ന് ഞാൻ സക്കരാരിയെ നോക്കും, കർത്താവ് എന്നെ നോക്കും, എൻ്റെ പ്രയാസം മുഴുവൻ ഉരുകിപ്പോകും. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും. 3ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ നൊവേനയ്ക്ക് പോകും. 3ാമത്തെ സ്റ്റേജിൽ നൊവേനയ്ക്ക് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. നമുക്ക് 2 കാലങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ പള്ളിയിലിരിക്കുന്നു. ദേവാലയത്തിൽ നമ്മുടെ പെരുന്നാൾ, തിരുനാളിന് കുഞ്ഞുങ്ങൾ അമ്മയുടെ അപ്പന് കയ്യെ തൂങ്ങി വരും. കയ്യെ തൂങ്ങി വരുമ്പോൾ അവർ പറയും, അമ്മേ ഉഴുന്നാട് മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിരി മേടിച്ചതാ, മുന്തിരിങ്ങ മേടിച്ചതാ, ആപ്പിൾ മേടിച്ചതാ, ഓറഞ്ച് മേടിച്ചതാ, ഊത്ത് മേടിച്ചതാ. അമ്മയത് മേടിച്ചു കൊടുക്കും. ഈ മക്കൾ പഠിച്ച് വളർന്ന് ജോലി കിട്ടി. ആദ്യ ശമ്പളം കിട്ടുമ്പോൾ അത് മേടിച്ചതാ, ഇത് മേടിച്ചതാന്ന് പറഞ്ഞ കുട്ടി അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം, അപ്പന് ഞാൻ എന്നാ മേടിച്ച് തരണം. അത് കേൾക്കുമ്പം അപ്പൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുട്ടിക്കാലത്ത് നമ്മളും പറഞ്ഞു, കെട്ടിയവനെത്താ, പെമ്പർന്നോത്തിയെത്താ, വീടുതാ, ജോലിതാ, ശമ്പളം താ, ഊത്തപ്പന്താ, ഉഴുന്നാടതാ, മുന്തിരിങ്ങാതാ. പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുമ്പോൾ ശമ്പളം കിട്ടിയ മോൾ അമ്മയോട് ചോദിച്ചതുപോലെ ദൈവത്തോട് നിങ്ങളും ഞാനും ചോദിക്കും, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? ഇതാ പ്രാർത്ഥനയുടെ വളർച്ചയെന്ന് പറയുക. ഞാൻ പലപ്പോഴും നമ്മുടെ കർത്താവിനെ ഓർക്കും. ദൈവമേ, ആരുടെയെല്ലാം പ്രാർത്ഥന കേട്ടാല. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന, വലിയ തോവാള ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവെ മഴ തരണേ, മഴ തരണേ, തിലാമഴ ഇനി ഒത്തിരി തരണേ, ഇത്രയും മഴ പെയ്തിട്ടും ഇടുക്കി ഡാമിൽ വെള്ളമില്ല, മഴ തരണേ, ഡാമിൽ വെള്ളം തരണേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുതേ. കപ്പ ഇടുന്നോം പ്രാർത്ഥിക്കും, മഴ തരണേ. കപ്പ വാട്ടുന്നോം പ്രാർത്ഥിക്കും, മഴയരുതേ. എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവ് കേട്ടേ പറ്റൂ. ഈ കർത്താവ് ആരെ പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്. എപ്പോഴും എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കണം. കർത്താവിന് കണ്ണടയ്ക്കാൻ പറ്റിയല്ല, കാരണം അവന് കൺപോളകളില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ, അപ്പനെയും കൂട്ടി ആശുപത്രിയിൽ ചെന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അടിയന്തര ഓപ്പറേഷൻ, 3 മണിക്കൂർ എടുക്കും അടിയന്തര ഓപ്പറേഷൻ. പിന്നെ തിയേറ്ററിൽ കയറ്റുമ്പോൾ ഇവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് മനധൈര്യം കിട്ടാനും അപകടം വരാതിരിക്കാനും അപ്പൻ തിയേറ്ററിന് പുറത്തുള്ള കസേരയിൽ നിന്ന് കൈവിരിച്ച് കരണൊക്കം ചൊല്ലി ദൈവത്തിന് തന്നെ സമർപ്പിക്കണം. ഓപ്പറേഷന് കയറ്റി അപ്പൻ പുറത്തിരുന്ന കരണക്കൊന്ത എല്ലാം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യനും ഇയാളെക്കാൾ പ്രായമുള്ള ആൾ അപ്പുറത്തിരുന്ന കരണക്കൊന്ത ചെല്ലുന്നു. അയാൾ ഇയാളോട് ചോദിച്ചു, എന്തിനാ ഈ കൊന്ത ചെല്ലുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ ഓപ്പറേഷനാണ്, അവൻ അപകടം വരാതിരിക്കാനും ബോധം തെളിയുമ്പോൾ മനക്കെട്ട് കിട്ടാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ കരണക്കൊന്ത ചെല്ലുകയാണ്. ഇയാൾ ചോദിച്ചു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ ചെല്ലുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ,
അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്. കൈ വരയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയും കേൾക്കണം. എന്നെ ആൾക്കാർ സാധാരണ 4 കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പിടിച്ചു വലിച്ചുകൊണ്ട് പോകും ആശ്രമത്തിലുള്ളപ്പം. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ പെരയ്ക്ക് കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു ചേട്ടൻ ആരോടോ പറഞ്ഞു. അത് യൂദയ, സമറിയ, ജെറുസലേം മൊത്തം പടർന്നു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, ആൾക്കാർ കാറേ കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു വിടും. 2, വിൽക്കാതെ കിടക്കുന്ന സ്ഥലം എണ്ണ, മണ്ണ്, വെള്ളം, ഉപ്പ് ജപിച്ചു കൊടുത്തു വിട്ടാൽ ആ സ്ഥല കച്ചവടം നടക്കുമെന്ന് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. 3, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ കുർബാനയും ആരാധനയും കഴിഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് അങ്ങനെ മക്കളുണ്ടായിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥന മറന്നിട്ടുണ്ട്. പക്ഷേ 19ഓളം കുഞ്ഞുങ്ങളെ കാരണന്മാർ പറഞ്ഞു അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ദൈവം തന്നതാ, ഞാൻ മാമോദിസം മുക്കിയിട്ടുണ്ട്. 4മതൊരു പ്രാർത്ഥനയുണ്ട്, അത് അടുത്തിടെയായി ഞാൻ നിർത്തിവെച്ചിരിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പം നെഞ്ചത്തൊരു തീ. എന്താ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, പ്രായമുള്ള കാരണന്മാർ മരിക്കാൻ കിടക്കുക, മടുത്തു, പോയേക്കാവുന്ന അവർക്കും പൊക്കോട്ടെ എന്ന് വീട്ടുകാർക്കും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നെങ്കിൽ കുഴി പോവും, അല്ലെ പൊങ്ങിപ്പോരും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോകത്തില്ല. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 20ഓളം അങ്കിളുമാരും ആൻറ്റിമാരും മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്കൊരു തീ. ഞാനെങ്ങാനും മരിച്ചു കഴിയുമ്പം ഈ അങ്കിളുമാരും ആൻറ്റിമാരും എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലും, എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ ബെഡ്സോർ പിടിച്ച് മരിക്കാറായി കിടക്കുക നാളുകളായിട്ട്. ഇവൻ്റെ ഭാര്യ പറഞ്ഞു, പുത്തമ്പരികിലച്ഛൻ കൂട്ടുകാരനല്ലേ, വിളിച്ച് അപ്പന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. അവൻ വിളിച്ച് ഞാൻ വിളിച്ചു. അപ്പന് മരണത്തിനോടടുത്ത് നല്ല ക്ഷീണമാണ്. അമ്മയ്ക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. അമ്മ നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാ വിളിക്കും. ഇവൻ്റെ ഭാര്യ അമ്മയെ കൊണ്ടും മടുത്തിരിക്കുക. ഞാൻ പറയടാ, 3 ആഴ്ച കൂടെ അപ്പന് ആയുസ് കാണുന്നില്ല, മരണത്തിൻ്റെ അടയാളം കാണാനുണ്ട്. നീ 3 ആഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് പോയേക്കില്ല, ഇവിടെ തന്നെ വേണം. അവൻ പറഞ്ഞു ശരി അച്ഛാ. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു, ചായയും കുടിച്ച് കാറെ കയറി പോകുമ്പോൾ ഇവൻ്റെ ഭാര്യ വന്ന് എൻ്റെ കയറെ പിടിച്ച ഒറ്റ വലി. എന്നെ അടിയിൽ ചോദിച്ചു, അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാളാവോ, കാരണം മടുത്തു. വല്ലതും പ്രാർത്ഥനയെക്കാളും രീതി ഇതാണ്. അപ്പം ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമുണ്ട്. മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഒരു ഫലം തരും. ആ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം നടക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. ലൂക്കാ 22:39 മുതൽ 46 വരെ വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷം 22:39 മുതൽ 46 വരെ വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? യേശു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം കഴിഞ്ഞ് സെഹിയോൻ മാളികയിൽ നിന്നും ഇറങ്ങി നടന്ന് യേശു ഒരു സ്ഥലത്ത് വന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് കെദ്രോൻ. കെദ്രോൻ എന്ന അറമായ വാക്കിൻ്റെ അർത്ഥം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. ഇന്നും കാണാം, ഒരു ചെറിയ തോട് പോലുണ്ട്, കെദ്രോൻ വാലി, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അവിടുന്ന് ഈശോ നടന്നു കയറി ഗത്സമേൻ. ഗത്സമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവ് ആട്ടുന്ന ചക്കമുള്ള സ്ഥലം. ഗത്സമേൻ, ഒലിവ് ആട്ടുന്ന ചക്കമുള്ള സ്ഥലം, അതാണ് ആ ഭാഷയുടെ അർത്ഥം. അപ്പം ആ തോട്ടത്തിൽ ഇന്നും കാണാം 2400 വർഷം പഴക്കമുള്ള ഒലിവിൻ്റെ കുറ്റി. പച്ച വലയിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുറിച്ച് വച്ചിരിക്കുന്നു. യേശു രക്തം വേർത്തതിന് സാക്ഷ്യം വഹിച്ച ഒലിവിൻ്റെ കുറ്റി എന്ന് അർത്ഥമുള്ള ഒരു ഒലിവിൻ്റെ കുറ്റി. അവിടെ വന്ന് യേശു കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. കമിഴ്ന്ന് വീഴുന്നത് പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. വൈദികാർത്ഥി, സന്യാസാർത്ഥി കമിഴ്ന്ന് വീഴും. കമിഴ്ന്ന് വീഴുന്നത് പ്രാർത്ഥനയുടെ ശരീരഭാഷ. ഈ ഗത്സമേൻ തോട്ടത്തിൽ വരുന്നതിന് മുമ്പ് യേശു ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരു കല്ലേറ് മാറ്റി നിർത്തി ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും വർത്താനം പറയുക, എപ്പോഴും ബഹളം വെക്കുക, എപ്പോഴും സ്വരം ഉണ്ടാക്കുക, കമൻറ്റ് പറയുക, അങ്ങനെയുള്ള മനുഷ്യർ പ്രാർത്ഥനയിൽ വട്ടപൂജ്യമാണ്. പ്രാർത്ഥനയെ ഗൗരവമായി എടുക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ശാന്തമാകും. ഇന്ന് 9 മണിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അടിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് അമ്മാവൻ വിളിക്കുന്നതാണ്. നമ്മൾ പറയും
ആരും മിണ്ടരുത്. അങ്കിള് വിളിക്കുന്നു, ശബ്ദം കാരണം കേൾക്കാൻ മേല. ഭൂമിയിലെ ശബ്ദം കൊണ്ട് അമേരിക്കൻ അങ്കിളിൻ്റെ ഫോൺ കേൾക്കാൻ തടസ്സമാണെങ്കിൽ അത്യുന്നതനായ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബഹളങ്ങൾ, ശബ്ദങ്ങൾ, വർത്തമാനങ്ങൾ നമുക്ക് തടസ്സമാണ്. അതാണ് 46 സങ്കീർത്തനം 10 തിരുവചനം. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തെ കേൾക്കാൻ ഒരു നിശബ്ദത നമുക്ക് ആവശ്യമാണ്, ശാന്തത നമുക്ക് ആവശ്യമാണ്. പണ്ടൊരു നാളിൽ ഹാഗാർ ഇസ്മയേലിനെയും കൊണ്ട് മരുഭൂമി യാത്ര ചെയ്തപ്പോൾ ഹാഗാറിന് ദാഹിച്ചു, കുഞ്ഞിനും ദാഹിച്ചു. ഒരു മരിച്ചെടിയുടെ ചുവട്ടിൽ ഇസ്മയേലിനെ കിടത്തിയിട്ട് ഹാഗാർ ഒരു 50 ദൂരം പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ഒരമ്പെയ്താൽ എത്ര ദൂരം പോകുമോ അത്രയും ദൂരം പോയി പ്രാർത്ഥിച്ചു. ഈശോ മാമോദീസ കഴിഞ്ഞ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. ഗെത്സമേൻ തോട്ടത്തിൽ ശിഷ്യന്മാരെ ഒരു കല്ലേറ് ദൂരം അവൻ മാറ്റി നിർത്തി. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, ജോസഫ് അച്ഛാ, ഒരു കല്ലേറെന്ന് വെച്ചാൽ എന്തേലും ദൂരമാ? മറുപടി ഒന്നേ ഉള്ളൂ, എറിയുന്നവൻ്റെ ഊര് പോലെയാണ് ദൂരം. 10 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 20 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 10 മീറ്റർ. ചില ആൾക്കാരിൽ നിന്നും പരമാവധി അകന്നാലേ ദൈവത്തോട് അടുക്കാൻ പറ്റൂ. ദൈവത്തോട് അടുപ്പിക്കാത്തവരിൽ നിന്നും അകലണം. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകെട്ട് ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുമെങ്കിൽ ആ സുഹൃത്തുക്കളോട് വിട പറയണം. ദൈവകാര്യം പറയുമ്പോൾ എന്നെ പരിഹസിക്കുന്ന ഭർത്താവാണോ, ആ ഭർത്താവിനോട് ദൈവകാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കരുത്. തമ്പുരാൻ്റെ കാര്യം വരുമ്പം പുച്ഛിക്കുന്ന ഭാര്യയാണോ, അവളോട് സ്വർണം, സാരി, ബ്ലൗസ്, ചെരുപ്പ് ആ വർത്താനോട് നിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ഭാര്യ നശിപ്പിക്കാം. തമ്പുരാൻ്റെ കാര്യമൊന്നും വേണ്ട, ഞങ്ങളെ നോക്കിയാൽ മതി. എന്നാ പള്ളിയിൽ പോക്കാന്ന് പറയുന്ന മക്കൾ പിശാചാണ്, പിശാചുകളാണ്. ആ മക്കളിൽ നിന്നും പരമാവധി അകലണം. ദൈവകാര്യം പറയുന്ന കാര്യത്തിൽ ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി അടുക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരിൽ നിന്നും പരമാവധി അകലണം. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇനിയാണ് പ്രാർത്ഥനയുടെ ബാക്കി. ഒരു വലിയ ചിന്ത. 1, നാളെ എനിക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. ഒന്നാമത്തെ ചിന്ത ഏതാ? നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. യേശുവിന് കുരിശുണ്ട്, കാൽവരിയുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ വേർത്തു. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് സൂചനയാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് വേർത്തു പോകും. എൻ്റെ ഭർത്താവിന് സ്ട്രോക്കിൻ്റെ അടയാളമെന്ന് കേട്ടാൽ ഭാര്യ വേർത്തു പോകും. കുഞ്ഞുങ്ങൾക്കൊരു മാരക രോഗം പറഞ്ഞാൽ അപ്പനമ്മയും പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന നമ്മളെ വേർപ്പിക്കും. രണ്ടാമത്തെ ചിന്ത, നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. യേശു രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, തടിലോറി പശ്ചീലിൽ കയറ്റം കയറുന്ന പോലെ ഒരു എരപ്പ്. നോക്കുമ്പോൾ ആദ്യത്തെ മാർപ്പാപ്പ കൂർക്കം വരിക്കുന്ന ശബ്ദമാണ്. അല്ലെങ്കിൽ പത്രോസിന് നാളെ കാൽവരിയില്ല, നാളെ കുരിശില്ല. നമ്മളിൽ പല ആൾക്കാരും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നെങ്കിൽ അതിൻ്റെ കാരണം കയറാൻ മലയില്ല, ചുമക്കാൻ കുരിശില്ല. ഉണ്ടോ? നമ്മൾ വേർത്ത് പ്രാർത്ഥിച്ചു പോകും, വേർത്ത് പ്രാർത്ഥിച്ചു പോകും. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. അമ്മച്ചി രാത്രി 10 മണിക്ക് പള്ളിയിലെ വികാരിയച്ഛനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛ ഇഞ്ചക്ഷൻ 1 ഗുളിക 2 ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞ അമ്മച്ചി ധൈര്യമായിട്ട് കൊന്ത ചെല്ലിക്കൊണ്ട് കിടന്നു. 2-3 രഹസ്യമാകുമ്പം അറിയാതെ ഉറങ്ങിപ്പോക്കോളും. അച്ഛന് പോലും അനുഭവത്തിൽ നിന്ന് ഉറപ്പ്, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം കടന്നു വരും. ചിലക്ക് ഉറങ്ങണമെങ്കിൽ ചില പ്രായമുള്ള വികാരിയച്ഛന്മാരുടെ ഞായറാഴ്ച പ്രസംഗം കേൾക്കണം. ചിലക്ക് ഉറങ്ങണമെങ്കിൽ ചില ധ്യാനം കൂടണം. ഒരു അങ്കിൾ രാത്രി 11 മണിക്ക് വികാരിയച്ഛനെ വിളിച്ചു, എൻ്റെ അച്ഛൻ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഗുളിക എടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാൻ ടെലിഫോണിൽ കൂടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണോ? ചേട്ടൻ പറഞ്ഞു, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ, ഞാൻ ഇരുന്നുറങ്ങിക്കോളാം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ ധ്യാന ഹോളിൽ നിന്ന് വാക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഗണിച്ച് ഇറങ്ങിപ്പോകുന്നവൻ ആരായാലും ഗതി പിടിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് എന്ന് പറഞ്ഞു, അച്ഛാ,
മനസാ വാചാ കർമ്മണ, പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. ഒരസുഖമുള്ളതുകൊണ്ട് നടന്നു പോയതാ. എന്താ അസുഖം? എൻ്റെ അച്ഛവും ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാ. അപ്പം നമുക്ക് ഉറക്കം വരെ. നാളെ കുരിശില്ലേ, കാൽവരിയില്ലേ? കുരിശുണ്ടോ, പ്രസംഗം തീരല്ലേ, ആരാധന തീരല്ലേ, കുർബാന തീരല്ലേ? കുരിശില്ലേ, വാച്ച് നോക്കും എത്ര മിനിറ്റ് ഉണ്ട്, എപ്പം തീരും, ഇപ്പം തീരുമോ? കാരണം കുരിശില്ല. നമുക്കറിയാം, പ്രസംഗമൊക്കെ ആണേലും എത്ര നല്ലതാണേലും ഒരുപാട് നീളുമ്പം നല്ല പ്രസംഗവും ബോറായിട്ട് മാറും. അമിതമായ അമൃതും വിഷമായിട്ട് മാറും. ഒരു മനുഷ്യൻ ചിക്കൻ കുനിയാട് കാലഘട്ടത്തിൽ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നു. ഞൊണ്ടി വരിക. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരാളെ ഉള്ളതുകൊണ്ട് സുവിശേഷ വായന കഴിഞ്ഞാൽ കാറോസൂസ, ഇന്ന് വേറെ പ്രസംഗമൊന്നുമില്ല. അതെന്താ? ഒരാളല്ലേ ഉള്ളൂ, എനിക്കൊരു മൂടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ. ഒരു കോഴിയുള്ളെന്നും പറഞ്ഞ് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരാടയുള്ളെന്നും പറഞ്ഞ് പ്ലാവന കൊടുക്കാതിരിക്കുമോ? ഒരാത്മാവയുള്ളെന്നും പറഞ്ഞ് വചനം കൊടുക്കാതിരിക്കുമോ? എൻ്റെ അവകാശമാണ്, നീ വചനം കേൾക്കണം. അച്ഛൻ ആവേശമായി. സുവിശേഷം കഴിഞ്ഞു. ഇയാളെ ഒറ്റയ്ക്കിരുത്തി 35 മിനിറ്റ് ഒരു പ്രസംഗം പറഞ്ഞു. ഇയാൾ ആകെപ്പാടെ മടുത്തുപോയി. ഇയാൾ പള്ളി കഴിഞ്ഞ് പോകും. അച്ഛൻ പറയുമെന്ന് പറഞ്ഞു, സഹോദര, ഇന്ന് പഠിപ്പിച്ച പാഠം ഒരിക്കലും മറക്കുകയില്ല. ഒരാടയുള്ളിലും പ്ലാല, ഒരു കോഴിയുള്ളിലും തവിട്, ഒരാത്മാവുള്ളിലും വചനം. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാ എൻ്റെ അച്ഛോ, ദൈവം തമ്പുരാനടുത്ത് ഒരിക്കലും ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു ബക്കറ്റ് തീറ്റ കൊടുത്തേക്കല് കോഴി ചത്തുപോകും. നീളുമ്പം ഒരു മടുപ്പുണ്ട്. ഒരച്ഛൻ എല്ലാ ഞായറാഴ്ചയും 20 മിനിറ്റ് പ്രസംഗിക്കും. ഒരു വർഷം അച്ഛൻ്റെ പ്രസംഗം കേട്ട് ആൾക്കാർ 20 മിനിറ്റ് മനസ്സിൽ ഫിക്സ് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് ഞായറാഴ്ച അച്ഛൻ പ്രസംഗിച്ച് 40 മിനിറ്റ് ആൾക്കാർ മടുത്തുപോയി. കുർബാന കഴിഞ്ഞവർ പറഞ്ഞു, 20 ഓക്കെയാണ്, 40 ഒത്തിരിയാണ്. അച്ഛൻ്റെ മക്കളെ, മനഃപൂർവ്വമല്ല, എനിക്കൊരു അസുഖമുണ്ട്. പ്രസംഗം തുടങ്ങുമ്പം നാക്ക് വരളും, ഉമിനീര് പറ്റും. അപ്പം ഞാൻ നാക്കിന് കീഴെ ഒരു വെളുത്ത ഗുളികയിടും. അത് അലുക്കുമ്പം 20 മിനിറ്റ്, അപ്പം പ്രസംഗം നിർത്തും. ഒരു വർഷം ഞാൻ അങ്ങനെയാണ് പ്രസംഗിച്ചത്. ഇന്നെന്നാ പറ്റി? ഇന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ വെപ്രാടത്തിനും വേവലാതിക്കിടയ്ക്ക് ഗുളികയിടാൻ മറന്നുപോയി. തുടങ്ങിയപ്പോഴാണ് ഓർത്തത്. ഞാൻ പോക്കറ്റിൽ നിന്നൊരു ഗുളിക എടുത്ത് നാക്കിൻ്റെ കീഴെ ഇട്ടു. പക്ഷെ ടെൻഷൻ കാരണം ഗുളികയ്ക്ക് പകരം ലോഹയുടെ ബട്ടൺസാണ് ഇട്ടത്. പിന്നെ കടിച്ചു പൊടിച്ചങ്ങ് തീരുമായിരുന്നു. അപ്പം നീളുമ്പോൾ ഒരു മടുപ്പുണ്ട്, മടുപ്പ്. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, എത്ര നീണ്ടാലും മടുപ്പില്ല. ഇനി രംഗം 2, ദുഃഖവെള്ളിയാഴ്ച 2 കൂട്ടർ കാൽവരിയിൽ വന്നു. ഒന്ന്, പ്രാർത്ഥിക്കാത്ത 2 കള്ളന്മാർ. പ്രാർത്ഥിച്ച് മനസ്സിനെ ഒരുക്കാത്ത, മനസ്സിനെ പാകപ്പെടുത്താത്ത 2 കള്ളന്മാർ. ആണി അടിച്ചപ്പോൾ, കുരിശി തറച്ചപ്പോൾ ചീത്ത വിളിച്ചു, കയ്യും കാലും പറിച്ച് ഇടിക്കാൻ തോന്നി, തൊഴിക്കാൻ തോന്നി, പാഴ്വാക്ക് പറഞ്ഞു. കാരണം പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരാണ്. ഭർത്താവ് എന്ത് കാണിച്ചാലും എന്തൊരു കുരിശ്, ഭാര്യ എന്തു പറഞ്ഞാലും ഇതൊരു കുരിശ്, മക്കൾ മറ്റൊരു കുരിശ്. ഏത് നൊമ്പരത്തിലും തകർച്ചയിലും കുരിശ് കണ്ടെത്തും. എന്നാൽ രണ്ടാമതൊരാൾ വന്നു, ഈശോ കാൽവരി വന്നപ്പോൾ ആണി അടിച്ചു, കുരിശി തറച്ചപ്പോൾ യേശു കുരിശ് കണ്ടില്ല. കുരിശിൽ പിതാവിനെ വിരിച്ചു പിടിച്ച കരം കണ്ടു. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. വിരിച്ചു പിടിച്ച കരങ്ങളെ ഈശോ കുരിശിൽ കണ്ടു. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ? നമുക്ക് നൊമ്പരങ്ങളും വേദനകളും തകർച്ചകളും വരുമ്പോൾ വേദന എന്ന കുരിശിനും നമുക്കിടയിൽ ഒരു ക്രൂശിതനെ കണ്ടെത്തും. പ്രാർത്ഥിക്കാത്തവർ കുരിശ് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഒരു ക്രൂശിതനെ കണ്ടെത്തും. ഗസമേൻ തോട്ടം ഒരു ചിന്ത കൂടി നമുക്ക് തരുന്നുണ്ട് ഈ രാത്രി. ആ ചിന്ത ഇതാണ്: നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേൾക്കാതെ പോയ പ്രാർത്ഥനകളാണ്. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല. മോശ പ്രാർത്ഥിച്ചു, കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ. പക്ഷെ യോർദാനിലെ മൗണ്ട് നെബോവിൽ മോശ വീണു മരിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, ബെശബയിൽ ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലരുത്. പക്ഷെ ബെശേബ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു. ക്രിസ്തു പ്രാർത്ഥിച്ചു, കാസ മാറ്റിത്തരണം, മാറിയില്ല. 2 കൊരിന്ത്യർ 12 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിച്ചു, ആ മുള്ള എടുത്തു മാറ്റാമോ? ക്രിസ്തു പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുത്തുക.
മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞ് മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. ഇപ്പം നമുക്കൊരു ചിന്ത, നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഒരുപാട് നീറുമ്പോൾ 4 സന്ധ്യകളിൽ ഒരു വാർഷിക ധ്യാനം, ഒത്തിരി നീറുമ്പോൾ ശാലോം ഷെക്കേന ഗുഡ്നസ് ചാനൽ ഒരു വചനം ദിലിവചനം, ഒരു വിശുദ്ധ മണിക്കൂർ, ഒരുപാട് നീറുമ്പോൾ ഒരു ബൈബിൾ ഭാഗം, ഒത്തിരി നൊമ്പരപ്പെട്ടപ്പോൾ ഞായറാഴ്ച കുർബാനയിൽ ഒരു പ്രസംഗം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ അവർക്കായി ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ധ്യാനിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം 3 സമ്മാനം തരും. ഉൽപ്പത്തി പുസ്തകം ഇന്നു വരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം 3 സമ്മാനം തരും. അത് പഠിപ്പിക്കുന്ന അധ്യായം മത്തായി 17 1 മുതൽ വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് യേശു ഉയർന്ന മലയിലേക്ക് പോയി. ആ മലയ്ക്ക് മത്തായി 17 പേരില്ല, സഭാപാരമ്പര്യം പിന്നെ പേരിട്ട് കൊടുത്തു, താബോർ മല. അങ്ങനെ പേര് മത്തായി 17 ഇല്ല, താബോർ എന്നൊരു പേരില്ല, സഭാ പാരമ്പര്യം ഇട്ട് കൊടുത്തു, താബോർ. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും സംസാരിക്കുന്നത് കണ്ടു. ഒരു മേഘം വന്ന് മൂടി, മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്. ശിഷ്യന്മാർ ഭയവിലായി കമിഴ്ന്നു വീണു. യേശു അടുത്തത് പറഞ്ഞു, വരൂ, ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും എനിക്കും ദൈവം തരുന്നത് 3 സമ്മാനങ്ങളാണ്. 1, മുഖപ്രകാശം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മുഖത്ത് ഒരു വെട്ടമുണ്ട്. കാരണം ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ തരംഗം നിങ്ങൾക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നല്ലൊരു മൂഡ്, കുർബാന കഴിയുമ്പം ഒരാരാധന, നല്ലൊരു അഭിഷേകം. ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ അഭിഷേകം. ദൈവികമായ തരംഗത്തെ വിശ്വാസ പാരമ്പര്യത്തിൽ വിളിക്കുന്ന വാക്കാണ് ആൽഫ തരംഗം. ഗ്രീക്ക് അക്ഷരമാലയിലെ 1-ാമത്തെ അക്ഷരം ആൽഫ, 15-ാമത്തെ അക്ഷരം ഒമിക്രോൺ, 30-ാമത്തെ അക്ഷരം ഒമേഗ. ആൽഫ, ഒമിക്രോൺ, ഒമേഗ. ആൽഫ ദൈവീക തരംഗമാണ്. ആൽഫ തരംഗം വരുമ്പോൾ കരിസ്മാറ്റിക് ധ്യാനമന്ദിരത്തിൽ ധ്യാനിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ദേഹത്ത് ആൽഫ തരംഗമാണ്, ഒരു പ്രത്യേക തരംഗം. അതെപ്പോഴും ഉണ്ടാകേണ്ടതാ, പ്രാർത്ഥിച്ചവിടെ അനുഭവിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മളിൽ ഒരു ആൽഫ തരംഗമുണ്ട്. ദൈവത്തിൽ ആൽഫ തരംഗമാണ്. ദൈവം മുഴുവൻ പ്രകാശമാണ്. അതുകൊണ്ടാണ് ദൈവം അതരം തുറന്ന് ആദ്യം പറഞ്ഞ വചനം ഉൽപ്പത്തി 1:3, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പ്രകാശമായ ദൈവം പുൽക്കൂട്ടി പറന്നപ്പോൾ പ്രകാശം മിഴി തുറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം മിഴിപൂട്ടി, സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:13-14 വാക്യങ്ങൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. ഒരു കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ദേഹത്ത് ആൽഫ തരംഗം. ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ആൽഫ തരംഗം. നൊവേന, രതീഞ്ഞ്, കൊന്ത, കുരിശിൻ്റെ വഴി, ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ആൽഫ തരംഗമാണ്. ആൽഫ തരംഗം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ മുഖം പ്രകാശിക്കുന്ന ആൽഫ തരംഗം. അതുകൊണ്ടാണ് എന്നും കുർബാന ഏൽപ്പിക്കുന്ന അച്ഛന്മാർ വേഷന്മാർ നടന്നാലും മുഖം കാണുമ്പോൾ ആൾക്കാർ പറയും, അച്ഛനല്ലേ മുഖത്തൊരു വെട്ടം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുഖത്തൊരു വെട്ടം. വെട്ടമില്ലാത്ത മനുഷ്യനെ വിളിക്കും കെട്ട മനുഷ്യൻ. വെട്ടം കെട്ടുപോയി, മുഖത്തൊരു ചൈതന്യമില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് ഒരു വെട്ടമുണ്ട്. 4 കൂട്ടം തരംഗങ്ങൾ നമ്മുടെ ദേഹത്ത് മാറി മാറി വരും. പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ
ആൽഫ തരംഗം. ഒത്തിരി ചിന്തിച്ച് തലപുകയുമ്പോൾ, എപ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ, മൊബൈലിൽ നോക്കുമ്പോൾ, തലപുകഞ്ഞ് ആലോചിക്കുമ്പോൾ, പണിതുമെടുക്കുമ്പോൾ ബീറ്റ തരംഗം. ബീറ്റ തരംഗം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരും. 3 ഡെൽറ്റ തരംഗം. എന്താ ഡെൽറ്റ തരംഗം? ഡെൽറ്റ തരംഗം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും എന്തോ നടക്കുന്നതായിട്ട് അറിയാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ഒരു ഉറക്കപ്പിച്ച് പോലെ. ഷുഗറിന് മരുന്ന് കഴിക്കുന്നത് ചുമ്മാ ഇരുന്ന ആടും. അങ്ങനെ തൂങ്ങുമ്പോൾ ദേഹത്ത് ഡെൽറ്റ തരംഗമാണ്. ഉപ്പുമാവ് കഴിച്ച് ക്ലാസ്സിൽ പോയാൽ, കപ്പ തിന്നിച്ച് ക്ലാസ്സിൽ പോയാൽ മക്ക് പിടിക്കുമ്പം ഒരു ഡെൽറ്റ തരംഗമുണ്ട്. ചെറുതായിട്ട് മയങ്ങുന്ന പോലെ തോന്നും. ഞാൻ ഒരു മഠത്തിൽ ധ്യാനിപ്പിക്കുമായിരുന്നു. ഇപ്പം ഒരാഴ്ചത്തെ ധ്യാനം. ബുധനാഴ്ച മദറിൻ്റെ ഫീസ്റ്റായിരുന്നു. എല്ലാവർക്കും മിക്സർ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മേടിച്ചു തന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നെയ്മയത്തിൽ ഒരു ഡെൽറ്റ തരംഗത്തിൽ ഞാൻ വഴുതി വീണു. 2:30 മുതൽ 4 വരെ 20 സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരമാണ്. പക്ഷേ ഞാൻ കുമ്പസാരക്കൂടി വന്നിരുന്നു. വീതിയുള്ള പലക കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കാം. 5 or 6 സിസ്റ്റേഴ്സ് ധ്യാനിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡെൽറ്റ തരംഗത്തിൽ കൺപോളകൾ പൂട്ടിപ്പോയി. ഒരു സിസ്റ്റർ വന്ന് കുമ്പസാരിക്കാൻ തുടങ്ങിയതറിയാം, ഞാൻ മയങ്ങിപ്പോയി. സിസ്റ്റർ കുമ്പസാരം കഴിഞ്ഞിട്ട് കമ്പിവലയെ മുട്ടിക്കൊണ്ട് പറഞ്ഞു, തീർന്നച്ചാ തീർന്നു. അപ്പോഴൊരു ചമ്മൽ, ജാളിത. കുമ്പസാരക്കൂടിൽ അച്ഛൻ ഉറങ്ങുന്നത് മഹാനാണം കണ്ട പരിപാടിയല്ലേ. ബോധം വീണ്ടും കിട്ടിയ ഞാൻ സിസ്റ്റർമാർക്ക് കൊടുക്കാവുന്ന ഉപദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കാഴ്ചവെക്കണം. അങ്ങനെ പറഞ്ഞു തുടങ്ങിയതറിയാം. അല്പം കഴിഞ്ഞപ്പോൾ ഡെൽറ്റ തരംഗത്തിൽ ഞാൻ വഴുതി വീണു. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണം, നിന്റെ രാജ്യം വരണം, തിരുമൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞാൻ തന്നെ ചൊല്ലിപ്പോയി. സിസ്റ്റർ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്? അവൾ അബദ്ധം പിടിക്കരുത്. പിന്നെ വീണെടുത്ത് കഴിഞ്ഞാൽ ഉരുണ്ടു. ഞാൻ പറഞ്ഞു, ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 3 പ്രാവശ്യം ചൊല്ലി കാഴ്ച വെക്കണം. അപ്പം നമുക്ക് ഡെൽറ്റ തരംഗത്തിൽ ഒരു പൊടിമയക്കം വരാം. പൊടിമയക്കം. 4 തേറ്റ തരംഗം. തേറ്റ വെളുപ്പിന് 1 മണിക്കും 5 മണിക്കും ഇടയിൽ ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് ദേഹത്ത് വരുന്നതാണ് തേറ്റ തരംഗം. ചുഴലി രോഗമുള്ളവർ ബോധം കെട്ടി താഴെ വീഴുമ്പോൾ ദേഹത്ത് വരും തേറ്റ തരംഗം. ഈ ബീറ്റ, ഡെൽറ്റ, തേറ്റ തരംഗം ആരോടും ഷെയർ ചെയ്യാതെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ ദേഹത്ത് 5 രോഗങ്ങളുണ്ടാവും. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 രോഗങ്ങളാണ് മാറിപ്പോവുക. കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ നല്ലൊരു കൗൺസിലിങ്ങും നല്ല കുമ്പസാരവും നടത്തുമ്പോൾ രോഗം മാറും. അതുകൊണ്ടാണ് വിശ്വാസമുള്ള സ്ഥലത്ത് പോയി കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിപ്പിക്കണം. നമ്മൾ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയണം. എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി. പരന്ന വാക്കിൻ്റെ അർത്ഥം ഇതാ. ഏത് രോഗമുണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ബീറ്റ, ഡെൽറ്റ, തേറ്റ തരംഗം ആൽഫ തരംഗമായിട്ട് മാറുമ്പോൾ മാരകമായ രോഗങ്ങൾ വിട്ടുമാറും. അതുകൊണ്ടാണ് വൈദ്യവേദന, നടുവേദന, തലവേദന, ശ്വാസം മുട്ടൽ, അലർജി, ഈ 5 രോഗങ്ങൾ ധ്യാനത്തിൽ വിട്ടുപോകുന്ന കാണാം. കാരണം ആൽഫ തരംഗം പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ്. അപ്പം മുഖപ്രകാശം. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. പ്രാർത്ഥനയിൽ 1ാമത്തെ സമ്മാനം മുഖത്തൊരു വെട്ടം, ജീവിതത്തിൽ ഒരു പ്രകാശം. 2 ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വ്യക്തമായി കിട്ടും. അതാണ് ഏലിയായും മോശയും സംസാരിച്ചപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഇനി ഇവരെ കേൾക്കേണ്ട, ഇവൻ പറയുന്ന കേൾക്കും എന്ന് പറഞ്ഞാൽ പഴയ നിയമം കടന്നുപോയി. ഏലിയ പ്രവാചകൻ, മോശ നിയമം. ക്രിസ്തു പറഞ്ഞു, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നു. യേശുവിൻ്റെ വരവോടുകൂടി പഴയ നിയമം മങ്ങി. പുതിയ നിയമത്തിലെ പുതിയ സത്വാർത്ത, ന്യൂ ടെസ്റ്റമെന്റ്, സുവിശേഷത്തിൻ്റെ ലോകം. ഇനി ഇവൻ പറയുന്ന കേൾക്ക്. ഒരു വ്യക്തത. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതിയുണ്ട്. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ഇന്നലകളിൽ സംഭവിച്ചത് ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്.
പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം. എന്ത് കഷ്ടപ്പെട്ടാലും ധൈര്യമായിട്ട് കഷ്ടപ്പെടുക, നാളെ അത് നന്മയായിട്ട് മാറും. വ്യക്തത എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ 7, 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാരിക ഉണ്ടായിരുന്നു, മനോരാജ്യം, അതുപോലെ മനോരമ. എല്ലാ ആഴ്ചയും തുടങ്ങുന്ന ആരംഭത്തിൽ അമ്മ എൻ്റെ കയ്യിൽ 25 പൈസ തന്നു വിടും. മോനെ ഒരു മനോരമ മേടിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ മേടിച്ച് മനോരമയായിട്ട് കസേരയിലിരിക്കും, വാരിക മേശപ്പുറത്ത് വെച്ച്. അമ്മ വെണ്ടയ്ക്ക മുരിങ്ങക്കായൊക്കെ അരിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി താഴത്തെ കൊരണ്ടിയെ കുത്തിയിരിക്കുമ്പം എന്നോടൊരു, മോനെ വരുന്ന ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോണെന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ. അമ്മയ്ക്ക് വായന നല്ല ഗ്രാഹ്യമില്ല, എന്നെ കൊണ്ടേ വായിപ്പിക്കുകയുള്ളൂ. കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് അടുത്ത ആഴ്ച എന്നതാ വരാൻ പോകുന്നത്. അമ്മ വായിക്കുകയല്ലോ, ഞാൻ പൂരിപ്പിച്ച് വായിക്കും. അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെന്ന് വരികയും ആ മക്കൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എൻ്റേതായിട്ട് ഞാനങ്ങ് പൂരിപ്പിച്ചൊക്കെ വായിക്കും. പിന്നെ എനിക്കിഷ്ടം അന്നും ഇന്നും പരിതബന്ധുക്കൾ വായിക്കാനാണ്. കരയിപ്പിക്കുന്ന ടെൻഷൻ പിടിച്ച സിനിമ എനിക്കിഷ്ടമില്ല. കാരണം കരയാൻ തന്നെ കാശ് കൊടുക്കുന്നത് ആ ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ. ചിരിക്കണമെങ്കിലേ കാശ് കൊടുക്കാവുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പരിതബന്ധു വായിക്കും. അപ്പം ഞാനൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കർത്താവേ, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ പേര് വെച്ച് ഒരു പരിതബന്ധു എഴുതാനും അങ്ങനെ എന്നെ ആൾക്കാർ അറിയാനും ഇടയാകണേ. മനോരമയിൽ സത്യനും ഷീലയും നസീറും ശാരദയും ഒക്കെ കുളിച്ചിട്ട് ഓടുമ്പോഴും മരത്തെ കൂടെ ഓടി കെട്ടിപ്പിടിച്ച് നടക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് സിനിമാ നടന്മാരിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് കുലുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് തരണേ. അതായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ എൻ്റെ കൊച്ചു പ്രാർത്ഥന. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, 4.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ പല വീക്കിലും വിളിക്കും, ജോസഫ് അച്ഛ ഒരു ഫലിതം തരാവോ, എഴുതി അക്കൗണ്ടിലേക്ക് പൈസ ഇടാം. അവരിന്ന് എന്നോട് ചോദിക്കും, ഒന്ന് എഴുതി തരാവോ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എഴുതാൻ അവസരം തരണേ. 2019 മനോരമ വിറ്റ ഏറ്റവും വലിയ പുസ്തകം എന്നെക്കൊണ്ടിരിച്ച പുസ്തകമാണ് ഇണയും തുണയും. 1 ലക്ഷത്തോളം കോപ്പികൾ ഈ മനോരമ വിറ്റ പുസ്തകമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, സിനിമാ നടന്മാരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് കുലുക്കാനുള്ള ഒരു ഭാഗ്യം തന്നാൽ മതി. ഇന്ന് ഒരിടത്തും കടന്നു പോകാൻ പറ്റിയത്, ഇറങ്ങുന്നിടത്തെല്ലാം ആൾക്കാർ വന്ന് സെൽഫി എന്നും പറഞ്ഞ് എടുക്കും. കാരണം യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ വലിയ മാറ്റം. 2019 ആരംഭത്തിൽ ഒരു സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ഒരു സംഭവം സിനിമയാകാൻ ആഗ്രഹമുണ്ട്. ഭാര്യയോട് പിണങ്ങിപ്പോയിട്ട് തിരിച്ച് ഭാര്യയിലേക്ക് വരുന്ന കെട്ടിയവൻ എന്തെല്ലാം ചെയ്താൽ ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ച് അച്ഛൻ പറയുന്ന കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ, തിരക്കഥ എഴുതാൻ വേണ്ടിയാണ്. മിക്ക ആണുങ്ങൾക്കുള്ള കുഴപ്പമാണ്, കല്യാണം കഴിഞ്ഞ് 7 വർഷങ്ങൾ കഴിയുമ്പം വേറെ പെണ്ണുങ്ങളെ ചുമ്മാ നോക്കാനുള്ള ഒരു പ്രവണത. തിന്മയായിട്ടും നല്ലൊരു നോട്ടം, അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തെ ചൊറിച്ചിൽ എന്നാണ് അതിന് വിളിക്കുക. അപ്പം അങ്ങനെ ഒരുത്തം പോയിട്ട് അബദ്ധം മനസ്സിലാക്കി തിരിച്ച് ഭാര്യയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം. സിന്ധിരാജാണ് തിരക്കഥാകൃത്ത്. ഞാൻ പറഞ്ഞു കൊടുത്തു, അവൾ എന്നാ മിണ്ടിയാലും ഒരു മറുപടിയും പറയാതെ വഴി പിഴിയുന്ന പോലെ ചുമ്മാ നിന്ന് കൊടുക്കണം. തുണി അരക്കി കൊടുക്കണം, അരക്കി തുണി വിരിച്ചു കൊടുക്കണം, പാത്രം മേടിക്കി കൊടുക്കണം, തറ തുടച്ച് കൊടുക്കണം, കരി ഒലത്തി കൊടുക്കണം. അങ്ങനെ 5-6 മാസം കഴിയുമ്പോൾ അവൾക്കൊരു കരുണയൊക്കെ തോന്നി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ഭാവനാസമ്പന്നനായ സിന്ധിരാജ് മനോഹരമായ തിരക്കഥയാക്കി. അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടമായി. അത് ഫിലിം അവാർഡും KCBC അവാർഡും കിട്ടിയപ്പോൾ എന്നെയും മോഹൻലാലിനെയും മീനായെയും കലൂർ സ്റ്റേഡിയത്തിൽ വിളിച്ച് അവർ അവാർഡ് തന്നു. ആ പടമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഒരു ധ്യാനത്തിൻ്റെ ചിന്ത ഒരു സിനിമയായിട്ട് ആവിഷ്കരിച്ചതാണ്. 4 മാസം മുമ്പ് മറ്റൊരു സിനിമ ഇതുപോലെ ഞാൻ ധ്യാനിപ്പിക്കുന്നു. അത് ബേസ് ചെയ്തൊരു പടമായിരുന്നു. ചെമ്പൻ വിനോദ് നായകനായി വന്ന ബുമറാങ്. അപ്പം നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു, കാലം കഴിയുമ്പോൾ ദൈവം ക്രമീകരിക്കുന്ന വഴികൾ നമുക്ക് അഗ്രാഹ്യമാണ്. എന്താണ് ഈ വ്യക്തത? ഇന്നലകളിൽ എന്തെല്ലാം സംഭവിച്ചാലും ഇത് നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ഉറപ്പും ഒരു ബുദ്ധിയും വേണം. വ്യക്തത, നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം.
1 മുഖപ്രകാശം, 2 വ്യക്തത, 3 ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒറ്റുന്നവൻ അടുത്തെത്തിരിക്കുന്നു, പോകാം അവൻ്റെ കൈകളിലേക്ക്. തോമാസ് ശ്ലീഹ പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അവനില്ലാത്ത ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് മരിക്കുന്നതാ. നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. ഈ മലമുകളിൽ ക്രിസ്തു പറഞ്ഞു, ധൈര്യമായിരിക്കൂ, നമുക്ക് താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധൈര്യം. കൊച്ചു കുട്ടികളുടെ കൂട്ടയോട്ടം. 10 വയസ്സിനും 12 വയസ്സിനിടയിൽ പ്രായമുള്ള 15 കുഞ്ഞുങ്ങൾ 100 മീറ്റർ ഓട്ടത്തിന് നിരന്നു നിന്നു. സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ചു നിന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് പൊക്കക്കുറവാണ്. ഒരുത്തന് വോളിബോൾ പോലെ, ഒരുത്തൻ ഷോട്ട് പുട്ട് പോലെ, ഒരുത്തൻ ഫുട്ബോൾ പോലെ, ഒരുത്തൻ ബാസ്കറ്റ് ബോൾ പോലെ. സാറന്മാർ നോക്കുമ്പോൾ ഏറ്റവും പൊക്കം കുറഞ്ഞവൻ ചറപറ പറവറ 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 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സാറന്മാരോർത്തു, കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്, വിസിലൂതി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായി ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവൻ ചെറുപറ പറവറ പറവറ പറ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സാർമാർ തോളിത്തട്ടി പറഞ്ഞു, മോനെ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം തന്നില്ലെന്നോർത്ത് ദൈവത്തോട് പിണക്കൊന്നും തോന്നല്ല. കൈക്കും കാലും നീളം വെക്കുമ്പം സമ്മാനം കിട്ടിക്കോളൂ. പിന്നെ അവൻ പറഞ്ഞു, ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ നീ പ്രാർത്ഥിച്ചതെന്താ? പൊന്നു സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ മനക്കട്ടി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം നമുക്ക് പ്രാർത്ഥന നമുക്ക് ധൈര്യം തരും. പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം തരും. അകാരണമായ ഭയം മുഴുവൻ പോവും. രക്തത്തെ ഭയം, ഉയരത്തെ ഭയം, ആഴത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പുതിയ സ്ഥലത്തെ ഭയം, പുതിയ മനുഷ്യരെ ഭയം, പരീക്ഷ ഭയം, ഇൻ്റർവ്യൂ ഭയം, ഇറാഷണൽ ഫിയർ. അകാരണമായ ഭയം പ്രാർത്ഥിക്കുന്നവരോട് വിട പറയും. നോർമൽ ഭയം നമുക്കെന്നും ഉണ്ടാവും. നോർമൽ ഭയം. പ്രാന്തനെതിരെ വന്നാൽ പേടി തോന്നും. പാമ്പ് കൊത്താൻ വന്നാൽ പേടി തോന്നും. പട്ടി കടിക്കാൻ വന്നാൽ പേടി തോന്നും. പശു കുത്താൻ വന്നാൽ പേടി തോന്നും. കള്ളം വീട്ടിൽ വന്നാൽ പേടി തോന്നും. നോർമൽ ഭയം. അത് പ്രാർത്ഥിച്ചാലും ഉണ്ട്. ഒരു മൂർഖപാമ്പ് കൊത്താൻ വരുമ്പോൾ കൊത്തോട്ടങ്ങനെ കൊത്തോട്ടെ, നന്മ നിറഞ്ഞ പറയേ, ജീവനം കൊണ്ട് ഓടും നമ്മൾ. അത് നോർമലാണ്. അത് നോർമലാണ്. ഞാൻ മാലക്കൽ എന്ന സ്ഥലത്ത് കാസർഗോഡ് ധ്യാനിപ്പിക്കുക. 2 സെക്ഷൻ. രാവിലെ മുതൽ ഉച്ചവരെയും, ഉച്ചയ്ക്ക് ധ്യാനം കഴിഞ്ഞ് മഠത്തിൽ ഉണ്ണാനായിട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഉണ്ണാൻ പോകുമ്പോൾ ഒരു ചായക്കടയിൽ നിന്ന് ഒരു പ്രാന്തൻ ചാടി വന്നു. എണ്ണ വെള്ളാത്ത മുടി, മീശ, വീക്ഷ, കീറിയ ജൂബ, പൈജാമ, കയ്യിലൊരു കാപ്പി കമ്പും. ആൾക്കാർ ചിരിക്കുക. ഉറുവിനെ പോലും തിരുമ്മിക്കൊല്ലാത്ത ആളാണ്. പക്ഷെ അവർക്കെല്ലാവരും എനിക്കറിയത്തില്ലല്ലോ. പ്രാന്തൻ നേരെ വന്നിട്ട് ചോദിച്ചു, അച്ഛൻ എവിടെ പോവുക? വരട്ടുന്ന പോലെ. ഞാൻ കുപ്പായത്തിലാണ്, ഓടാനൊരു മാർഗവുമില്ല. ഞാൻ പറഞ്ഞു, മഠത്തിൽ ഉണ്ണാൻ പോവുക, ഇപ്പം ഇങ്ങോട്ട് പോരും. ആൾക്കാർ നോക്കി നിൽക്കുക. പ്രാന്തൻ വടി താഴെ ഇട്ടു, റോഡിൽ മുട്ടുകുത്തി, കൈ വിരിച്ച് ഒറ്റ പ്രാർത്ഥന, പിതാവേ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ. പ്രാന്തൻ എന്ത് കാണിക്കുമെന്ന് അറിയാൻ പറ്റുമല്ല. പ്രാന്തനെ കാണുമ്പം പേടി തോന്നും. കള്ളം വന്നാൽ പേടി തോന്നിയതേ. ഉച്ച കഴിഞ്ഞ് 3:30 ഒരു കള്ളൻ ഒരു വീട്ടിൽ വന്നു. അകത്തുനിന്ന് കുറ്റിയിട്ടു. പോക്കറ്റിലെ തോക്കെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ രീതി. 65 വയസ്സുള്ള ഒരു ഭർത്താവും ഭാര്യ വീട്ടിലുള്ളത്. 2 പേരും വിറയ്ക്കുക. ഇയാൾ പറയും, എൻ്റെ രീതി. ആദ്യം പേര് ചോദിക്കും. പേര് പറഞ്ഞു കഴിയുമ്പം നെറ്റിയിൽ വെടിവെക്കും. കൊന്നിട്ട് സാധനം ഓരോന്നെടുക്കും. എൻ്റെ രീതി അതാ. ഭാര്യയുടെ നെറ്റിയിൽ തോക്ക് വെച്ചു. കെട്ടിയവനിങ്ങനെ വിറയ്ക്കുക. ഇയാൾ ചോദിച്ചു, എന്നതാടി നിൻ്റെ പേര്? സ്ത്രീ പറഞ്ഞു, എൻ്റെ കള്ള, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്. കള്ളം തൂക്ക് താഴെ ഇട്ടു. കള്ളം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേരാ എലിസബത്ത്. അങ്ങനെ പേരുള്ളവരെ കൊല്ലാൻ പറ്റിയാണ്. കയറിപ്പോടിയെന്ന് പറഞ്ഞു. പോകാൻ പറ്റുമോ? കെട്ടിയവൻ കരിയില പോലെ വിറയ്ക്കുക. കള്ളം തോക്കെടുത്ത് കെട്ടിയവൻ നെറ്റിയെ വെച്ചു. നിങ്ങളാടോ തൻ്റെ പേര്? ഞങ്ങൾ വിറച്ചോളൂ, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് വർഗീസ്. നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്. കള്ളം തോക്ക് വിട്ടിട്ട് പോയി. ഇപ്പം നോർമൽ ഭയം നമുക്കെല്ലാവർക്കും ഉണ്ട്. അകാരണമായ ഭയം പ്രാർത്ഥിക്കുന്നവരെന്നും അകാരണമായ ഭയം വിട്ടുപോകും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്മാനം ധൈര്യം. ഈശോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയുടെ 5 രീതികൾ യേശു നമ്മളെ പഠിപ്പിച്ചു. അത് കാണുമ്പോൾ ചിന്തകളെ പൂർത്തീകരിക്കാം.
ഒന്ന്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മത്തായി 9:16 മുതൽ വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒരു ജനസമൂഹം യേശുവിനെ തിക്കി ഞെരുക്കി കടന്നു പോകുമ്പോൾ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിത്തു. ആ നിമിഷം രോഗം വിട്ടുമാറി. യേശു ഞെട്ടിത്തിരിഞ്ഞു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസ് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഒരുമിക്കോട് നിൽക്കുകയല്ലേ, തൊട്ടവരെ പറയാൻ പറ്റുമോ? ക്രിസ്തു തിരിഞ്ഞു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നടത്തി തരുമെന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നടത്തിത്തരും. ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി എനിക്കൊരു വീടില്ല, വീട് മേടിക്കാനും പണിയാനും ആഗ്രഹിക്കുന്നു. ഈ രാത്രി തൊട്ട് പറഞ്ഞു തുടങ്ങണം, 2 മാസം കഴിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുൽക്കൂടിൽ നീ പിറക്കുന്നതിന് മുമ്പ് എനിക്കായി തരുന്ന വീടിനെ ഓർത്ത് നന്ദി പറയുന്നു. പെണ്ണിന് വയസ്സ് 30, കല്യാണം നടന്നിട്ടില്ല. കർത്താവ് ഇന്നേക്ക് 120 ദിവസങ്ങൾക്കുള്ളിൽ ഡേറ്റ് പറഞ്ഞ് കൃത്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നീ തന്ന വരനെ ഓർത്ത്, മരുമകനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നാളുകളായി മക്കളില്ല. ഒരു 8-9 പള്ളിയിൽ പോയി മധുബയോട് ഇരുന്ന് മുട്ടുകുത്തിയിട്ട് ഒരാൺകുട്ടിയാണോ ഒരാണിൻ്റെ പേരെഴുതണം മധുബകയുടെ ഈ ഭാഗത്ത്, പെണ്ണാണോ പെണ്ണിൻ്റെ പേരെഴുതണം. 9 പള്ളികൾ നേർച്ച വെച്ച് അങ്ങ് എഴുതണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ മക്കളെ കിട്ടിയ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം സമൃദ്ധമായി വരും. പോസ്റ്റ്മാൻ പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ തിരയുമ്പോൾ ഒരു മുഴുത്ത കവർ, വെണ്ടയ്ക്ക മുഴുവൻ അഡ്രസ് ടു മിസ്റ്റർ ദൈവം, സ്വർഗം ബിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരു അഡ്രസ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കടലാസിൻ്റെ 2 പുറങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയുടെ പരാതി. ദൈവമേ, അപ്പന് വാദം, അമ്മയ്ക്ക് ചുമ, ചൂടാൻ കുടയില്ല, എഴുതാൻ ബുക്കില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ നല്ല വീടുമില്ല. നീ പാവങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നും നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ഈ പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോടെ അയച്ചു തന്ന് നിന്റെ സ്നേഹം കാണിക്കണം. സ്വന്തം കൊച്ചുമോനൊപ്പം ഫ്രം ഭൂലോകം. പോസ്റ്റ്മാൻ എടുത്തു ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹം. കാശില്ലാത്ത പോസ്റ്റ്മാൻ പല്ലോട് കടം മേടിച്ച് 100 രൂപ കിട്ടി ഈ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് വെച്ചു, ദൈവം പാവങ്ങളിൽ കരുണയുള്ള ആളാണ്, ഇനി ആവശ്യം വരുമ്പം പറഞ്ഞാൽ മതി, സ്വന്തം ദൈവം, സ്വർഗം ബിയോ, ആകാശം വഴി. 1 മാസം കഴിഞ്ഞു പോസ്റ്റ്മാൻ കത്ത് തപ്പുമ്പോൾ ഇരട്ടി മുടിപ്പുള്ള കവർ ടു മിസ്റ്റർ ദൈവം, സ്വർഗം ബിയോ, ആകാശം വഴി. പോസ്റ്റ്മാന് പിടികിട്ടി. ഉദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ പാഴ്സൽ പോലെ വരുന്നതാണ്. കവർ പൊട്ടിച്ചു. 2 കടലാസിൻ്റെ 4 പുറങ്ങളിലായി നീണ്ട കത്ത്. സ്നേഹമുള്ള ദൈവമേ, നീ മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, പാവങ്ങളെ പരീക്ഷിച്ചു, ഇന്നും കരുതുന്ന ദൈവമാണെന്ന് അമ്മ പറഞ്ഞു. നിന്റെ സ്വഭാവം 200 ചോദിച്ചാൽ 400, അല്ലെ ചോദിച്ച 200 അയച്ചിട്ടുണ്ട്. പക്ഷെ കള്ള പോസ്റ്റ്മാൻ അതിന് പകുതി എടുത്തിട്ട് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പം പ്രഭുലോകം. കുഞ്ഞുങ്ങളുടെ വിശ്വാസം ദൈവം തരും. തൊടുപുഴ MLA PJ ജോസഫ് എൻ്റെ വലിയ കൂട്ടുകാരനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുന്ന ഔസേപ്പച്ചൻ എന്നാണ്. ജോസഫിൻ്റെ വീടിൻ്റെ വാതിക്കൽ എനിക്കൊരു മനുഷ്യൻ 1.5 ഏക്കർ റബ്ബർ തോട്ടം സമ്മാനം തന്നു. അച്ഛൻ എന്തെങ്കിലും ചാരിറ്റി പ്രവൃത്തി ചെയ്യണം. ഞാൻ ഒരുപാട് പേരുടെ സഹായത്തോടെ അവിടെ ഒരു സ്ഥാപനം പണിതു, സെൻറ്റ് ആൻ്റണി മെഴ്സി ഹോം. ഇപ്പം 24 അന്തേവാസികളുണ്ട് അവിടെ. 18 വയസ്സ് കഴിഞ്ഞ മാനസിക വളർച്ചയില്ലാത്ത ആണുങ്ങൾക്ക് താമസിക്കാം. അപ്പം ജോസഫിൻ്റെ ഒരു മകനും ഇങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. ജോസഫ് മോനെയും കൂടി വന്നപ്പോൾ ഒരു ദിവസം പണി നോക്കാൻ വേണ്ടി ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പം ജോസഫ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. ഭാര്യ ശാന്തമ്മ പലപ്പോഴും പറയാറുണ്ട്, അച്ഛനെ TV കാണുമ്പം ഈ അച്ഛനെ വിളിച്ച് നമ്മുടെ പശുക്കൂട്ടിൽ ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ പറഞ്ഞു, വരാം അച്ഛാ. അദ്ദേഹത്തിന് 36 പശുക്കളുണ്ട്. 1000 ലിറ്റർ പാല് വിൽക്കുന്ന ക്ഷീര കർഷകനാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൊടുത്ത പശുവിന് ചന പിടിച്ചാൽ 2 മാസം കഴിയുമ്പം ഇളകി പോകുന്നു. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ കിടാവുണ്ടായാൽ അച്ഛൻ ഒത്തിരി ഉപകാരമായിരിക്കും. ഞാൻ പിന്നെ അവസരപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കളുണ്ടായിട്ടുണ്ട്. എരുമ പശു ആടൊക്കെ ഒക്കുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം PJ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസമല്ലേ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ജോസഫും മക്കളും ശാന്തമ്മയും നിരന്നു നിന്നു. മേഘാലയക്കാരൻ തൊഴുത്തു നോക്കുന്നയാളും അവിടെ തന്നെ നിന്നു.
ഊറാലയും ആനാമിളവും പുസ്തകവും ജോസഫ് പുറപ്പുറപ്പടിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, നല്ലവനായ ദൈവമേ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചവനെ, എൻ്റെ മങ്ങിയ വിശ്വാസം നോക്കാതെ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും പൂർണ്ണമായ വിശ്വാസം കണ്ടുകൊണ്ട് ഈ പശുവിന് ഒരു ചെറിയ ചനയെങ്കിലും കൊടുത്ത് നീ അത്ഭുതം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആനാമ്പെള്ളം തെളിച്ചു. അകിടെ, വാല്, മൂക്ക് എല്ലായിടത്തും ആനാമ്പെള്ളം കൊണ്ട് പശു അങ്ങ് നിറഞ്ഞു. ഞാൻ തിരിച്ച് ആശ്രമത്തിലേക്ക് പോയി. പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ ജോസഫിനെ വിളിച്ചില്ല. കാരണം പശുവിനെ ചന പിടിച്ചില്ലെങ്കിൽ നമുക്കല്ലേ നാണക്കേട്. കുറേ നാൾ കഴിഞ്ഞു ജോസഫ് വിളിച്ചു, അച്ഛാ, നമ്മുടെ വിശ്വാസം അത്ഭുതം പ്രവർത്തിച്ചു. പശുവിന് ചന പിടിച്ചു, പ്രസവിച്ചു. കിടാവ് പെണ്ണാണ്, അനാർക്കലിന്ന് ഞാൻ പേരിട്ടു. മിൽമയിൽ 20 ലിറ്റർ പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശാന്തമ്മ പറഞ്ഞു, അച്ഛൻ വന്ന് ഈ ഒരു തുടം പാല് കൊണ്ട് ഒരു ചായ കുടിക്കണം. പിന്നെ എപ്പോഴോ ചെന്നു ചായ കുടിച്ചു പോന്നു. ജോസഫിൻ്റെ പാർട്ടിക്കാർ തൊടുപുഴ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ PJ പറഞ്ഞു, പുത്തമ്പരാച്ചനെ വിളിച്ചെന്ന് പ്രാർത്ഥിപ്പിച്ചതാ. ചന പിടിക്കാത്ത പശുവിന് ചന പിടിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം. അന്ന് രാത്രി ജോസഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ വിളിച്ചു. പുത്തമ്പരാച്ചനാണോ? അതെ. ഔസേപ്പച്ചൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നോ ചന പിടിച്ചെന്നോ പ്രസവിച്ചെന്നോ കേട്ടല്ലോ, സത്യമാണോ? ഞാൻ പറഞ്ഞു, PJ കള്ളം പറയുന്ന നേതാവല്ലല്ലോ, സത്യമാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ വണ്ടിപ്പെരിയാറ്റിലെ എൻ്റെ വീട്ടിൽ വരെ പെട്ടെന്നൊന്ന് വരണം. അതെന്താ, ഒരു പന്നിക്കുട്ടത്തി ഒരു ചനയും പിടിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുക. അച്ഛൻ വന്ന് അതിനെ ഒന്ന് വെഞ്ചിരിച്ച് തരണം. പലരും പ്രാർത്ഥന ഇങ്ങനെയാണ് കാണുക. ഇവിടെയാണ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം ചെയ്തു തരും വിശ്വാസത്തോടെ. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം സാവൂൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ അടന്നു വീണു, കണ്ണു തുറന്നു. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ത്യാഗം എടുക്കണം. ആരോഗ്യമുള്ളവർ വെള്ളിയാഴ്ച ദിവസം ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ആരോഗ്യം കുറവാണോ, ഒരു പ്രധാന ഭക്ഷണം വെടിയണം. അസുഖങ്ങൾ പലതുണ്ടോ, ഇഷ്ടപ്പെട്ടത് ഓരോന്നോർത്ത് കുറേ അങ്ങ് ഉപേക്ഷിക്കണം. എന്തേലും ത്യാഗം. ഒരു ഭാര്യ ത്യാഗമെടുക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് എടുക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അച്ഛന്മാർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടി. സാവൂൾ കണ്ണിൽ അന്ധത ബാധിച്ചപ്പോൾ കർത്താവിനെ കണ്ടത് ത്യാഗത്തിൻ്റെ നിമിഷത്തിലാണ്. ഭരണിങ്ങാനും അസീസി ധ്യാനമന്ദിരത്തിൽ മണൽ വിരിച്ച ഒരു മുറിയുണ്ട്. കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മമാർ 2-2.5 മണിക്കൂർ ആ മുറിയിൽ കൈ വിരിച്ച് മുട്ടുകുത്തി കൊന്ത ചെല്ലും, കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി. ത്യാഗം. ചിലപ്പോൾ ഈ ത്യാഗം എടുക്കാൻ കൂടുതൽ കഴിവുള്ളത് ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഉപവാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നോക്കണം. ആണുങ്ങൾ പറ്റുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം. ആണുങ്ങൾക്ക് സഹനശക്തി വളരെ കുറവല്ലേ. തലവേദന വന്നോ, ലോകമഹായുദ്ധം. വൈദ്യവേദന വന്നോ, സുനാമി. നെഞ്ചുവേദന വന്നോ, ഭൂമി കുലുക്കം. ഒട്ടും സഹിക്കത്തില്ല. പക്ഷെ നല്ല അമ്മച്ചിമാർ തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന മാറുമോ. കുടൽ പഴുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ച് അറിയായിരുന്നു ബാക്കിയിലെ മൂളൽ മാറുമോ. അങ്ങ് സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ. ഒറ്റ പ്രസവം, ലോകാവസാനം, പിന്നെ ഈ പരിപാടിക്ക് ഇല്ലേ ഇല്ല. ഒരു സ്ത്രീക്ക് ഒരു മോൻ. ആ സ്ത്രീ പറഞ്ഞു, ഈ മോനെ പ്രസവിച്ചപ്പം എന്തൊരു നൊമ്പരമായിരുന്നു. ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ? ഞാൻ 11 പ്രാവശ്യം എൻ്റെ തമ്പുരാനോട് ആലോചന ചോദിച്ചു. ഇനിയൊരു കുഞ്ഞ് വേണ്ടാന്നുള്ള എൻ്റെ തീരുമാനം ശരിയാണോ? എൻ്റെ അച്ഛ അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി ദൈവം ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുക. അപ്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി കൈവിരിച്ച് ഒരം കഴിച്ചു വിടുന്ന പ്രാർത്ഥനകൾ അത് മക്കൾക്ക് വേണ്ടി ചെയ്യണം, കൊച്ചുമക്കൾക്ക് വേണ്ടി ചെയ്യണം, പങ്കാളിക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ല, അവരുടെ ഉള്ളിൽ കള്ളമില്ലല്ലോ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ ഉള്ളിൽ കള്ളമില്ലാതെ പ്രാർത്ഥിക്കണം. ഞാൻ കോട്ടയം അടുത്ത് എരുമേലി അടുത്ത് കൊല്ലമള പള്ളിയിൽ ധ്യാനിപ്പിക്കുക. രാവിലെ ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി ചെന്നു. ഒരു ചെറിയ ആൺകുട്ടി അമ്മയുടെ എളിയിൽ ഇരിക്കുക. ഇത് കൂടി ഉടുപ്പിട്ട് അച്ഛന്മാരെ കണ്ട് പരിചയമില്ല. അവൻ അമ്മയോട് ചോദിച്ചു, എന്നതാ അമ്മ ഇത്?
അമ്മ ഇതല്ല ഈശോയെ സ്തുതിയല്ല പറഞ്ഞു. കൊച്ചി സ്തുതിയല്ലേ. ബെഞ്ചിരിപ്പ് കഴിഞ്ഞ് പോരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കയറിൻ്റെ പന്തലിൽ നല്ല പച്ച കോവയ്ക്ക തുടുത്തു തൂങ്ങി കിടക്കുന്നു. 5-6 ഇളം കോവയ്ക്ക പറിച്ച് ഞാൻ കറുമുറ കടിച്ചു തിന്നു. ഒന്നെ കൊച്ചു അമ്മയോട്, നോക്കമ്മേ ദാണ്ടെ ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. കുഞ്ഞുങ്ങൾക്ക് കള്ളം അറിയത്തില്ല. കോഴിക്കോട് നിന്നും ഒരു 2 കൊച്ചു പിള്ളേർ പെരിക്കല്ലൂരിനുള്ള ബസ് എത്തിയത്. പെരിക്കല്ലൂർ ബസ് 2 കൊച്ചു പിള്ളേർ. അപ്പോൾ അവർ ചെല്ലുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകാനുണ്ട്. ഇപ്പം ടിക്കറ്റൊക്കെ എടുത്തു. നല്ല തിക്കും തിരക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുന്നമംഗലം ഭാഗത്ത് വന്നപ്പം കണ്ടക്ടറോട് പറഞ്ഞു, അപ്പോൾ രാവിലെ 10 മണി ആറായി. കണ്ടക്ടർ സാറേ അങ്ങ് വൈത്തിരി ചെല്ലുമ്പം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. കണ്ടക്ടർ പറഞ്ഞേക്കാം, പോയി ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ച് ഈങ്ങാപ്പഴം വന്നപ്പം, ഇതാണോ വൈത്തിരി? പോയില്ലേടാ, ആമ്പം പറയാം. അപ്പം കുറച്ചിങ്ങനെ കഴിഞ്ഞു വൈത്തിരി പോയി. ഇപ്പം പിള്ളേർ കണ്ടക്ടർ വഴക്ക് പറഞ്ഞ് അവരിൽ ഉറങ്ങിപ്പോയി. വൈത്തിരി വന്നപ്പം കണ്ടക്ടർ ഉറങ്ങിപ്പോയി, 2 പിള്ളേർ ഉറങ്ങിപ്പോയി. വണ്ടി മുന്നോട്ട് കൽപ്പറ്റയിലേക്ക് എടുക്കുമ്പം ആൾക്കാർ പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ വൈത്തിരി ആവും പറയണമെന്ന്. അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നേ വേറെ വണ്ടി കയറ്റി വിട്, അല്ല അവർക്ക് എന്താ വേണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഉറക്കം വിട്ട കണ്ടക്ടർ കരിച്ചു വന്നു, എഴുന്നേറ്റ് പോടാ, ഇതാ വൈത്തിരി. ഒന്നെ പിള്ളേർ പറഞ്ഞു, ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു വൈത്തിരി ചെല്ലുമ്പം ഇളയ ഇവന് ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് പറഞ്ഞ് എടുത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞ്. അതായോ എന്നറിയാൻ വേണ്ടിയാണ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. അപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയും വിശ്വസിക്കുന്ന പോലെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. അപ്പനെ അമ്മയും വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. 4, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ 4ാമത്തെ രീതി ഈശോ പഠിപ്പിക്കുന്നു, കരഞ്ഞ്. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു 2 പ്രാവശ്യം കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. 2 അത്ഭുതങ്ങൾ. മത്തായി 23-34 വാക്യം മുതൽ ബത്വകയിൽ നിന്ന് ജെറുസലേമിനെ നോക്കി യേശു നെടുവീർപ്പിട്ടു, കണ്ണു നിറഞ്ഞു പ്രാർത്ഥിച്ചു. ജെറുസലേം ജെറുസലേം, പിടക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൽ ഒതുക്കുന്ന പോലെ ഞാൻ നിങ്ങളെ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവിടെ ദുരിതം. കൃത്യം 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. 2ാമത് യേശു കരഞ്ഞത് യോഹന്നാൻ 11:35. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു കരഞ്ഞു. ബൈബിളിലെ ചെറിയ വചനം, യേശു കരഞ്ഞു. ആ നിമിഷം പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ ഉയർത്തു വന്നു. ഒരിക്കൽ കരഞ്ഞപ്പോൾ നഗരം തകർന്നു, ഒരിക്കൽ കരഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിച്ച് വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ള കൊത്താൻ കൊമ്പ് കൊലുക്കും. ആട്ടുംകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാടും കൊമ്പ് കൊലുക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേൽക്കും. ആട്ടുംകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കുത്തുമെങ്കിൽ, പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കൊലുക്കുമെങ്കിൽ, ഇടിമുഴക്കം കേൾക്കുമ്പോൾ കുഞ്ഞ് കരയുമ്പോൾ അമ്മ എഴുന്നേൽക്കുമെങ്കിൽ, കുരിശിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ തിരുവോസ്തിയിലെ ദൈവപുത്രൻ ഇറങ്ങി വരും. ബൈബിളിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ബൈബിളിലെ ദൈവം ഇറങ്ങി വരും. ലോകത്തെ എല്ലാ ദ്രാവകവും തറയിൽ പോവും. പാല്, തേന്, എണ്ണ, വെള്ളം. പക്ഷെ താഴോട്ട് പോകാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ. അത് പെറ്റ തള്ളയുടെ കണ്ണുനീരാ, ജനിപ്പിച്ച അപ്പൻ്റെ കണ്ണുനീരാ. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. നമ്മളും എളിമയോടെ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലുമൊക്കെ നമ്മൾ ചുമ്മാ പ്രാർത്ഥന ചോദിക്കണം. വലിയ വലിയ ധ്യാനമന്ദിരങ്ങളിലേക്ക് അഡ്രസ് വെക്കാതെ നിയോഗം എഴുതണം. പോട്ടയ്ക്ക് എഴുതാം, ശാലോമിൽ എഴുതാം, അസീസിയിലേക്ക് എഴുതാം, മഞ്ഞുമ്മേൽ എഴുതാം, കാര്യസ്വാമിൽ എഴുതാം. എവിടെയെല്ലാം വലിയ ധ്യാനമന്ദിരമുണ്ടോ അവിടെ പ്രേക്ഷിതർ പ്രാർത്ഥിക്കും. അഡ്രസ് വെക്കാതെ നിയോഗം പറഞ്ഞ് എഴുതിക്കണം. അപ്പം നമ്മൾ എളിമപ്പെടുക. നിങ്ങൾ അച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോട്, പ്രായമായ കാർമ്മന്മാരോടൊക്കെ നമ്മൾ പ്രാർത്ഥന ചോദിക്കണം. നമ്മൾ പ്രാർത്ഥന ചോദിക്കുമ്പം നമ്മൾ പറയുന്നത് എന്താ? എന്നേക്കാൾ തമ്പുരാൻ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കും, എന്നേക്കാൾ ദൈവം
നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുക. അങ്ങനെ പ്രാർത്ഥന ഏൽപ്പിക്കുമ്പോൾ ഏറ്റയാൾ മറന്നാലും ദൈവം മറക്കുകയല്ല, പ്രവർത്തിക്കും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 7 വർഷക്കാലം. അവിടെ 2-ാം ശനിയാഴ്ച തോറും ഒരു ഏകദിന ധ്യാനം, 1000-ഓളം ആൾക്കാർ പങ്കെടുത്തിരുന്ന ഏകദിന ധ്യാനം. ഒരു 2-ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് 3 മണിയായപ്പോൾ വിഴിഞ്ഞം ഭാഗത്തു നിന്നുള്ള മീൻ കച്ചവടക്കാരിയായ ഒരമ്മ ദുഃഖത്തോടെ പള്ളിയുടെ വാദപ്പടിയിലിരിക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, എന്നാ ഒരു സങ്കടം? എൻ്റെ അച്ചോ ഭർത്താവ് സൗദിയിലാണ്, അറബിൽ ദൂരനാണ്, 85,000 ഇന്ത്യൻ രൂപ ശമ്പളത്തിൽ കിട്ടാനുണ്ട്, പാസ്പോർട്ടും പിടിച്ചു വെച്ചിരിക്കുക. അച്ഛൻ ഇതുപോലെ പ്രാർത്ഥന നടത്തുന്നു പറഞ്ഞു. കെട്ടിയോൻ പറഞ്ഞു, എടി അച്ഛനോട് പറഞ്ഞു ആരാധനയിൽ പ്രാർത്ഥിപ്പിച്ചേ. അറബി മനസ്സ് മാറി ശമ്പളം തരികയാണെങ്കിൽ അടുത്ത സെക്കൻഡ് സാറ്റർഡേ ചെല്ലുമ്പോൾ 85,000-ൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാവുന്ന വാക്ക് കൊടുത്തേരെ. എൻ്റെ അച്ഛ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, കിട്ടിയ 10-1 അച്ഛനും ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ശരി, പ്രാർത്ഥിക്കാം. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ 2-ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു ചെറിയ ചിരിയുമായി ഈ ആൻറ്റി പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്നു. എനിക്കൊരു ചമ്മൽ, പ്രാർത്ഥന മൊത്തം മറന്ന അച്ഛനാ. ഞാൻ ചോദിച്ചു, സഹോദരി എങ്ങനുണ്ട് പ്രാർത്ഥിച്ചിട്ട്? അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അച്ഛ മാറ്റം ഉണ്ടോ എന്ന്. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കഴിഞ്ഞ മാസമാണ് പിടികിട്ടത്. പറഞ്ഞതിൻ്റെ 10-ാം ദിവസം അറബി ശമ്പളം തീർത്തു കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. കെട്ടിയവൻ ഇന്നലെ പറഞ്ഞു, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് കിട്ടിയതാടി, കൊടുത്തേക്കണം. 8,500 ഉണ്ടച്ച. മേടിക്കാതിരിക്കാൻ പറ്റുമോ? പ്ലാസ്റ്റിക് ഗ്ലാസിൽ പൊതിഞ്ഞ് വെച്ച മത്തിയുടെ ചെതുവിലും 1000 ഉളുമ്പ് കൊള്ളാം. 100-ൻ്റെ 85 നോട്ട് നീട്ടി നിവർത്തി തന്നു. ഞാനിത് മേടിച്ച് മേശയുടെ പോയി വെച്ചു. ഞാൻ പറഞ്ഞു, ഇനിയും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ മറന്നാലും ദൈവം മറക്കുകയല്ല. പ്രാർത്ഥിക്കുന്ന ആളുടെ എളിമയാണ് ദൈവം കാണുക. പ്രാർത്ഥിക്കാം, ശക്തി പ്രാപിക്കാം.